ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതറിയാം ഞങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ CPM-നോട് കോറായിട്ട് നിന്നിട്ടുള്ള എത്രയോ പേര് UDF-ലേക്ക്, ജാഥയിലേക്ക്, കോൺഗ്രസിലേക്ക് കടന്നു വരാൻ നല്ല വാർത്തകൾ കൊടുക്കും. അങ്ങനെ ഒരു വഴിയൊരുക്കുന്ന ഒരാളാണ് VK ശ്രീകണ്ഠൻ MP. അപ്പോൾ അതുപോലെ രാഹുലിനെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള വഴിയൊരുക്കലാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ സൗഹൃദവും ബന്ധമൊക്കെ മനുഷ്യരോടാണ്, അതിൽ പാർട്ടി വ്യത്യാസമില്ല. എൻ്റെ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരോടും ഞാൻ അടുത്ത സൗഹൃദമുള്ള ആളാണ്. അതുകൊണ്ട് രാഹുലിനായിട്ട് ഏറ്റവും സൗഹൃദമുണ്ട്. കണ്ടാൽ സംസാരിക്കും, ചർച്ച ചെയ്യും, അതൊക്കെ കാര്യങ്ങൾ തന്നെയാണ്. രാഹുലിനടുത്ത് നല്ല സൗഹൃദമുള്ള ആളാണ്. രാഹുലിനെതിരെ 3 പരാതികൾ ഉയർന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ കേസുകൾ കോടതിയിൽ നടക്കുകയാണ്. അതിനോട് എന്താണ് ഇവിടെ പ്രതികരണം? കോടതിയിലെ കാര്യം ഞാൻ ആരാ ചർച്ച ചെയ്യാൻ? ഒരു കാര്യമുണ്ട്, എൻ്റെ പാർട്ടി ചുമതലപ്പെടുത്തിയല്ലേ ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കൊണ്ടു. സൗഹൃദം പങ്കിടുന്നതും സംസാരിക്കുന്നതൊക്കെ നിങ്ങളെല്ലാം വ്യാഖ്യാനം ചെയ്താൽ പിന്നെ ഇവിടെ ആർക്കും ആരോടും മിണ്ടാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഹൗസിൽ വന്നപ്പോൾ അവിടെ അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അയാൾ കയറിച്ചു, എന്നോട് ഇരിക്കാൻ പറഞ്ഞു, കഴിച്ചോ ചോദിച്ചു. അത് പാർട്ടി മാറാനാ? അങ്ങനെയാണോ? അല്ലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം വേറെയല്ലേ? അതല്ലേ മനുഷ്യ സഹജമായിട്ട് സംസാരിക്കണു. നിങ്ങളങ്ങനെ ദുർവ്യാഖ്യാനമൊന്നും ചെയ്യേണ്ട, നല്ല രീതിയിൽ കണ്ടാൽ മതി. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം നല്ലതിനാണ്. താങ്ക് യു. അപ്പോൾ GK എല്ലാം നല്ല അത് മതി. ഏത് എല്ലാം നല്ലതിനാ? അത് തന്നെ ഒരു ശുഭസൂചനയാണ്. പിന്നെ ഈ കാര്യത്തിൽ ഇതിലേക്ക് ഇതിൻ്റെ ഉള്ളറകളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട്. എന്താണത്? ഈ മാപ്രകളോട് നിങ്ങൾ കുത്തിത്തീർപ്പിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നതെങ്കിലും നിങ്ങളോടൊരു നന്ദിയുണ്ട്. ആ നന്ദി എന്താണ്? ആ നന്ദി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തിരിച്ചുവരവിനുള്ള വഴി നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. മനസ്സിലായില്ലേ? അതുമാത്രമല്ല, ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കാനും നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പുകൾ സഹായകമാകുന്നുണ്ട് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊരു നന്ദിയുണ്ട്. അത് ആദ്യമേ പറയാം. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാം നല്ലതിനാണ്. എന്താണ് എല്ലാം നല്ലതിന്? എല്ലാം നല്ലതിനാണ്. അപ്പോൾ മാപ്രകളെ, ആ പറഞ്ഞ വാക്കിലുണ്ട് ചിലത്. എന്താണത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിയോജക മണ്ഡലത്തില് UDF-ന്റെ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളതായിരിക്കും. അത് രാഹുൽ മാങ്കൂട്ടമായിരിക്കും. അതാണ് പറഞ്ഞത് എല്ലാം നല്ലതിനാണ്. എല്ലാം നല്ലതിനാണ് എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ കളി ശ്രീകണ്ഠനോടും വേണ്ട, രാഹുലിനോടും വേണ്ട, ആരോടും വേണ്ട. കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. ഇന്നലെ രാത്രി അല്ലേ? കിട്ടേണ്ടത് നല്ല വെടിപ്പായിട്ട് ശ്രീകണ്ഠൻ്റെ വായിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, രാഹുലിൻ്റെ വായിൽ നിന്നും കിട്ടുന്നുണ്ട്. സന്തോഷമായല്ലോ? സന്തോഷമായി. ഇനി പോയി കിടന്നുറങ്ങിക്കോട്ടോ മക്കള്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിന് കളമൊരുക്കുന്നതിൽ വലിയ പങ്ക് ആർക്കുണ്ട്? മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളത് നമുക്ക് അപസ്മരിക്കാൻ കഴിയില്ല. കാരണം രാഹുലിനെ ഇങ്ങനെ ലൈവാക്കി നിർത്താനും അയാളുടെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വിഷയങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കാനും ഈ മാപ്രകളുടെ ഇടപെടലുകൾ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സഹായകരമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, രാഹുൽ മത്സരിക്കും, രാഹുൽ പാലക്കാട് മത്സരിക്കും, രാഹുൽ പാലക്കാട് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാകും എന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള കാരണം വെറുതെ അങ്ങോട്ട് പറയുന്നതല്ല. അതിനൊക്കെ വ്യക്തമായ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ശ്രീകണ്ഠൻ ഒരു സുപ്രഭാതത്തിൽ ശ്രീകണ്ഠൻ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. അവിടേക്ക് എന്തിനോ വേണ്ടി രാഹുൽ കയറി ചെല്ലുന്നു. അങ്ങനെയൊന്നല്ല. ഇതൊക്കെ കൃത്യമായിട്ട് ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല എന്നുള്ള ബോധ്യം തന്നെയാണ്. മനസ്സിലായില്ലേ? പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ എന്തിനാ രാഹുലിനെ പുറത്താക്കിയെന്നൊക്കെ. അതൊക്കെ കളികളുണ്ടോ ഇതിൻ്റെ പിന്നിൽ? രാഹുലിനെ ഒരു അഗ്നിശുദ്ധി വരുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരണം. കാരണം അയാൾ ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടിയെ നയിക്കേണ്ട വ്യക്തിയാണ്.
അപ്പോൾ ഒരു അഗ്നിശുദ്ധി വരുത്തിയിട്ട് അയാളെ തിരിച്ചെത്തിക്കണം. അങ്ങനെയുണ്ടല്ലോ, ഒരു സ്ഫുടം ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതന്നെ പ്രോസസ്സ്. അത് തന്നെയാണ് ഈ അഗ്നിശുദ്ധി വരുത്തുക എന്നുള്ള പ്രോസസ്സിങ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചെയ്തിട്ട് അയാളെ തിരിച്ചു കൊണ്ടുവരണം. അയാളെ കൊണ്ടുവരണം. പാർട്ടിയെ അയാൾ നയിക്കും. ഇന്നല്ല നാളെകളിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ രാഹുൽ മാങ്കൂട്ടം മുന്നിൽ നിന്ന് നയിക്കും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ കളികളൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടവും ശ്രീകണ്ഠനും ഒരു അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയൊന്നൊന്നുമല്ല. അതൊക്കെ കൃത്യമായ പ്ലാനിങ്ങുകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപനം വരുമ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കാണുമ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾ അന്ന് ഓർക്കും. ഞാൻ ഇന്ന് പറഞ്ഞത് അന്ന് നിങ്ങൾ ഓർക്കും. എന്താണ്? ശ്രീകണ്ഠനും അടൂരിലെ ഹോട്ടലിൽ വെച്ച് ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടും കണ്ടുമുട്ടിയപ്പോൾ ഈ ചങ്ങാതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായല്ലോ, അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ. പിന്നെ ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്, ഈ കൂടിക്കാഴ്ച കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ വല്ലാതെ വാശി പിടിക്കല്ലേ. മനസ്സിലായില്ലേ? രാഹുലിനെ ശ്രീകണ്ഠന് കാണാൻ പാടില്ല, അല്ലെങ്കിൽ ശ്രീകണ്ഠന് രാഹുലിനെ കാണാൻ പാടില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ആരും വാശി പിടിക്കണ്ട. മനസ്സിലായില്ലേ? രാഹുൽ കോൺഗ്രസ്സുകാരനാ, ശ്രീകണ്ഠനും കോൺഗ്രസ്സുകാരനാ. മനസ്സിലായില്ലേ? ആ കോൺഗ്രസ്സുകാർ സംഭവം ശരിയാ. ഇപ്പം നമ്മൾ സാധാരണ വീടുകളിൽ ഇപ്പോൾ അച്ഛനും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും എന്തൊക്കെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായാലും അത് മക്കളല്ലാതെയും അച്ഛനല്ലാതെയും അമ്മയല്ലാതെയും ആവില്ലല്ലോ. അവിടെയൊക്കെ കോംപ്രമൈസുകൾ, പരിഹാരങ്ങൾ ഒക്കെ ഉണ്ടാക്കും അല്ലേ? അത് തന്നെയാണ് പരിഹാരങ്ങൾ. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കൂടിക്കാഴ്ച അങ്ങനെ കാണാൻ പാടില്ല. രാഹുലിനെ ഊരുവിലക്ക് കൽപ്പിക്കണം, അയാളെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ മക്കളെ വെറുതെ ആഗ്രഹിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് അത് നടക്കാതെ വരുമ്പോൾ അതിൽ ടെൻഷൻ അടിച്ചിട്ട് എന്തിനാ ചാവുന്നത്? നിങ്ങൾ അങ്ങനെ ആലോചിക്കണ്ട. അങ്ങനെ നിങ്ങൾ ആരും ആലോചിക്കണ്ട. രാഹുലിനെ ഇനിയും പല ആളുകളും കാണും. ഇനി വരും ദിവസങ്ങളിൽ രാഹുലുമായിട്ട് പലരും കൂടിക്കാഴ്ചകൾ നടത്തും, പലതും സംസാരിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിൽ രാഹുൽ ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ വാശി പിടിക്കുന്നതിനനുസരിച്ച് ഈ ആരെങ്കിലുമൊക്കെ ഇറങ്ങി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആരെങ്കിലുമൊക്കെ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വീട്ടിലുള്ളവരോടായിക്കോ. രാഹുലിൻ്റെ കാര്യത്തിൽ ആ വാശി വേണ്ട, അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. പിന്നെ ശ്രീകണ്ഠൻ്റെ കാര്യത്തിലും ആ വാശി വേണ്ട, അതും നിങ്ങളല്ല തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനിയും ഇത്തരത്തിലുള്ള പല കൂടിക്കാഴ്ചകളും പലയിടങ്ങളിലും ഉണ്ടാകും. നിങ്ങളൊരു കാര്യം ചെയ്യും, ക്യാമറ തൂക്കിയിട്ട് രാഹുൽ എങ്ങോട്ടാ പോകുന്നത്, രാഹുൽ എവിടെയാ വരുന്നത്, അയാൾ എവിടെ നിന്നാ ചായ കുടിക്കുന്നത്, അയാൾ എവിടെ നിന്നാ ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ നോക്കി നടന്നോ, ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇതൊന്നും അടച്ചിട്ട മുറികളിലില്ല. ഒരു റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു അടച്ചിട്ട മുറിയാണോ? അല്ലല്ലോ. വളരെ കൃത്യമായിട്ട് അങ്ങനെ ആരോ പറയുന്നത് കേട്ട് അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകളോളം രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന, എന്നിട്ട് ഈ അടച്ചിട്ട മുറിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ദൃശ്യമോ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ ഇരുന്നു കൊണ്ട് ഇവർ രണ്ടുപേരും ഒരു ടേബിളിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളുമാണ് കൊടുക്കുന്നത്. അപ്പം എന്ത് വേണമെങ്കിൽ കൊടുത്തോ, അത് കൊടുക്കുമ്പോൾ കുറച്ച് ഒരു സുഖമൊക്കെ ഉണ്ടാവും, ആയിക്കോട്ടെ, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അടച്ചിട്ട മുറിയിലല്ലടോ. അടച്ചിട്ട മുറിയിൽ രാഹുൽ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല എന്നൊന്നും പറയില്ല. മനസ്സിലായില്ലേ? പലരും വിദേശത്ത് നിന്ന് വന്ന് ഹോട്ടൽ മുറികളിൽ റൂമെടുത്ത് മണിക്കൂറുകളോളം രാഹുൽ മാങ്കൂട്ടത്തിനെ കാത്തിരുന്ന ആളുകളുടെ അടുത്തേക്ക് രാഹുൽ പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് അയാൾക്ക് പറ്റിയ ഒരു വീഴ്ചയാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയും. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി അതിയായി ആഗ്രഹിക്കുകയും വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെറിയ ചില അവിടെ എവിടെയും പ്രായത്തിൻ്റെതായ അല്ലെങ്കിൽ ചില ചാബല്യങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കോടതികളിൽ പിന്നെ ഇതിൽ പറയാനുള്ളത്, ഈ കോടതികളിൽ 3 പരാതികൾ നിൽക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
കോടതികളിലുള്ള പരാതികളിൽ കോടതികൾ നിലവിലെന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് ബോധ്യമില്ലാത്ത മരങ്ങോടന്മാരൊന്നല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്താ കോടതി പറഞ്ഞത്? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഏത് പരാതിയാണെങ്കിലും എല്ലാത്തിലും കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം ഇതൊന്നും ബോധ്യമില്ലാത്ത ആളുകളല്ല അല്ലേ? ഇനി പിന്നെ മറ്റൊരു ചോദ്യം ഞാൻ കേട്ടത്, നിങ്ങളെ കണ്ടപ്പോൾ മന്നത്ത് വെച്ചിട്ട് രമേശ് ചെന്നിത്തല മുഖം തിരിച്ചു പോയല്ലോ എന്ന്. അപ്പോൾ രാഹുൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ എന്നോട് രമേശ് ചെന്നിത്തല സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതെന്താ നിങ്ങൾ പുറത്തു വിടാത്തെ? അപ്പം ഇവ മിണ്ടുന്നില്ല. എന്നാൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്നാൽ ഇല്ല എന്ന് പറയുന്നില്ല, അതും പറയുന്നില്ല. എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്ന് ചോദിച്ചാൽ അതും മറുപടി പറയുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, കൃത്യമാണല്ലേ അജണ്ട? അപ്പോൾ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് രാഹുൽ പറയുമ്പോൾ ഇല്ല എന്ന് എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല? അത് ഉള്ളത് കൊണ്ടാണ്. അത് ഉണ്ട് എന്ന് രാഹുലിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. ദൃശ്യങ്ങൾ എന്താ പുറത്തു വിടാത്തത് എന്ന് ചോദിച്ചാൽ, ദൃശ്യങ്ങൾ പുറത്തു വിട്ടാൽ എന്താ പ്രശ്നം? വീണ ജോർജ് കഴുത്ത് KSUക്കാർ കോഴിയുടെ കഴുത്ത് പിരിക്കും പോലെ പിരിച്ചു എന്ന് പറഞ്ഞതുപോലെയാകും അല്ലേ? അപ്പോൾ ദൃശ്യങ്ങൾ വന്നപ്പോൾ എന്തായി? KSUക്കാർ പിരിച്ചിട്ടുമില്ല, തൊട്ടിട്ടുമില്ല, രോമത്തിൽ പോലും തൊട്ടിട്ടില്ല എന്നുള്ളതായി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാം നല്ലതിനാ. എന്താ നല്ലത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുമ്പോൾ, പട്ടിക വരുമ്പോൾ അതിൽ പാലക്കാട് നിന്നുള്ള സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമായിരിക്കും എന്നുള്ളതാണ്. അതാണ് നല്ലത്. അപ്പോൾ ആ തിരിച്ചുവരവിനെ ഈ മറയുന്ന മാധ്യമങ്ങൾക്ക് അത്രമാത്രം ഭയമുണ്ട്. കാരണം എന്താ? ഈ അജണ്ടകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ അജണ്ടകളൊക്കെ തകർന്നു പോകുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ വേദന വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്നുള്ളതാ. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴും ഇവർ തലക്കെട്ടുകൾ ഉണ്ടാക്കും, സ്റ്റോറികൾ ഉണ്ടാക്കും, വാർത്തകൾ ഉണ്ടാക്കും, വാർത്തകൾക്ക് വേറെ വാർത്തകൾ ഉണ്ടാക്കും. പക്ഷേ അതിനെയൊക്കെ നേരിടാൻ എന്നെപ്പോലെയുള്ള ആയിരങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും നിങ്ങളെ ഖണ്ഡിക്കാനുള്ള മരുന്ന് ഞങ്ങളുടെ കൈകളിലുണ്ട്. അത് ചെയ്തുകൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു PR വർക്കാണ്. പക്ഷേ ഈ ഒരു PR വർക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? പൈസ ഇങ്ങോട്ട് കിട്ടൂല, ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രം.